ഹായ് ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സ്റ്റോക്കുകളുടെ വാർത്തകൾ, IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ്, ഗ്ലോബൽ ഈവൻറ്റ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടിന്യൂസ് 6th ഡേ നിഫ്റ്റിയുടെ റാലി ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ദിവസം 200 പോയിന്റിലേറെ ഫോള് രേഖപ്പെടുത്തി ആ ഒരു 6 ദിവസത്തെ കണ്ടിന്യൂസ് റാലിക്ക് ഒരു വിരാമമായി. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കണ്ടുവരാം. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 24,869 മൾട്ടിപ്പിൾ ടൈം അത് സപ്പോർട്ട് എടുത്തു. പിന്നീട് പതിയെ നിഫ്റ്റി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 25,145 മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസും ഫേസ് ചെയ്തു. വെള്ളിയാഴ്ച ദിവസം ഫോളോ ചെയ്ത് 24,869, അതായത് തിങ്കളാഴ്ചത്തെ ലോയിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ ഗ്യാപ്പ് അപ്പ് ഒന്നും തന്നെ ചോർന്നു പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കാത്തിരുന്നത് ജെറോം പവലിൻ്റെ ജാക്സൺ ഹോൾ സിംഫോണിയം, അവിടെ അലാസ്കയിൽ നടന്ന ആ ഒരു മീറ്റിങ്ങിൽ എല്ലാ ഈ ഒരു എക്കണോമിസ്റ്റുകളും ഈ ഫെഡറൽ റിസർവിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ സംബന്ധിച്ച ആ ഒരു മീറ്റിങ്ങിൽ സെൻട്രൽ ഗവൺമെൻറ് തലവൻ ജെറോം പവൽ അദ്ദേഹം ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ സിഗ്നൽസ് കൊടുത്തു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. ഇത് കാരണം US മാർക്കറ്റ് 800-ലേറെ പോയിന്റ് റാലി രേഖപ്പെടുത്തുകയും US ഫിയർ ഗേജ് ആയിട്ടുള്ള US ഫിക്സ് 11% ഒരു ഫോള് ഉണ്ടാക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും മൂവ് ചെയ്ത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു 100 പോയിന്റിന് മുകളിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US ഫിക്സ് 11 പോയിന്റ് ഫോള്, നാസ്ഡാക്ക് 400 പോയിന്റും ഡോ 846 പോയിന്റിൻ്റെയും അതിശക്തമായിട്ടുള്ളൊരു റാലി യൂറോപ്യൻ മാർക്കറ്റിൽ എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ ഈവൻ്റ് ആണ്. ഗ്ലോബൽ ഈവൻറ്റിൽ US ന്യൂ ഹോം സെയിൽ ഡേറ്റ് ഉണ്ട്, ഇന്ത്യൻ സമയമുണ്ട്. ഓഗസ്റ്റ് 26 കൺസ്യൂമർ കോൺഫറൻസ് ടൈമുണ്ട്. ഓഗസ്റ്റ് 27 ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്. ഓഗസ്റ്റ് 28 US GDP ഡേറ്റ. PCE പ്രൈസ് ഇൻഡെക്സ്, അത് ഇൻഫ്ലേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് 29. ഇനി അതാത് രാജ്യങ്ങളിലേക്ക് വരാം. നമുക്ക് ഏറ്റവും താഴെ ഇന്ത്യ നോക്കാം. ഇന്ത്യ ഹോളിഡേ ആണ് ഓഗസ്റ്റ് 27. അതുപോലെ തന്നെ ജർമ്മനി, യൂറോസോൺ, ചൈന, ഇതെല്ലാം തന്നെ ഞാൻ വായിക്കുന്നില്ല, കാരണം ഇതെല്ലാം നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിൽ ലഭ്യമാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡിയുടെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടത് US GDP, കൂടാതെ തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. എന്നാൽ യൂറോസോണിൻ്റെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട് കേട്ടോ. ഓഗസ്റ്റ് 25, അതായത് തിങ്കളാഴ്ച രാവിലെ 10:30 AM വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ട്രേഡ് ബഡി ടാബിൽ നോക്കി നിങ്ങൾക്ക് വിശദമായിട്ട് അതിനനുസരിച്ച് ട്രേഡുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനം എടുക്കാനായിട്ട് പൊതുവേ ട്രേഡേഴ്സ് ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജാക്സൺ ഹോൾ സിംഫോണിയം ഉണ്ടായിരുന്നു. ട്രേഡ് എടുക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, കാരണം ആ ഒരു ഈവൻറ്റിൻ്റെ പേരിൽ US മാർക്കറ്റ് വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇവൻ്റാണത്. ഇന്ത്യൻ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു ഡയറക്ഷണലായിട്ടുള്ളൊരു ട്രേഡ് എടുത്താൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു ഈവൻറ്റ് പോയാൽ നമുക്ക് വലിയ തോതിൽ നഷ്ടം വരും. ഇനി നേരെ നമുക്ക് ഇത് നമ്മളുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ആണ്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡിവിഡൻഡ് ഡീറ്റെയിൽസിൽ ആദ്യമുള്ളത് കാമ ഹോൾഡിംഗ് കമ്പനി. എത്ര രൂപ ഡിവിഡൻഡ്? 18 രൂപ. എന്നാ റെക്കോർഡ് ഡേറ്റ്? ഓഗസ്റ്റ് 25. അതുപോലെ ഓഗസ്റ്റ് 25 റെക്കോർഡ് ഡേറ്റ് ഉള്ള ലോയിഡ്സ്, നിതിൻ കാസ്റ്റിംഗ്, റിപ്പോ ഹോംസ്, രൂപ കമ്പനി, SP അപ്പാരൽ, അങ്ങനെയുള്ള എല്ലാ ബജാജ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, എല്ലാ കമ്പനീസിൻ്റെ റെക്കോർഡ് ഡേറ്റ് എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഓഗസ്റ്റ് 25 മാത്രമല്ല, ഓഗസ്റ്റ് 26 മുതൽ മുന്നോട്ട് ഫുൾ അങ്ങോട്ടുള്ള കമ്പനികളുടെ ഏതൊക്കെ കമ്പനീസിൻ്റെ ഡിവിഡൻഡ് എത്ര രൂപയാണ്, എത്ര റെക്കോർഡ് ഡേറ്റ് ആണെന്നുള്ളത് നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. ഇനി നമുക്ക് നേരെ IPOയിലേക്ക് പോകാം. IPO കഴിഞ്ഞ ആഴ്ചയൊക്കെ 3 IPOs ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ IPOs വിക്രാൻ എഞ്ചിനീയറിംഗ് IPO ഓഗസ്റ്റ് 26 ഓപ്പൺ ചെയ്യും. IPO ക്ലോസ് ആവുന്ന ഓഗസ്റ്റ് 29. അപ്പോൾ അലോട്ട്മെൻ്റ് എന്നാണ് സെപ്റ്റംബർ 1. ബാക്കിയുള്ള എല്ലാം തന്നെ നമുക്ക് ലിസ്റ്റിംഗ് എല്ലാം തന്നെ ആയ IPOs ആണ്. അതും നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. ഇനി നമുക്ക് നേരെ FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. FIS കഴിഞ്ഞ ഈ ഒരു മാസം ഏകദേശം 25,000 കോടി രൂപയ്ക്ക് മുകളിൽ FIS സെല്ല് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സെല്ലേഴ്സാണ്, വ്യാഴാഴ്ച ബയേഴ്സായിരുന്നു 1246,
ബുധനാഴ്ച സെല്ലേഴ്സ് ആയിരുന്നു, ചൊവ്വാഴ്ച സെല്ലേഴ്സ് ആയിരുന്നു, തിങ്കളാഴ്ച 550-ന്റെ ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ മാസം 25,000 കോടി രൂപക്കാണ് FIs സെല്ല് നടത്തിയിട്ടുള്ളത്. പക്ഷേ അവർ എല്ലാ ദിവസവും സെല്ലേഴ്സ് അല്ല, കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം ബയേഴ്സാണ്. അപ്പോൾ FIസും കൂടി മാർക്കറ്റിലേക്ക് തിരികെ വരികയാണെങ്കിൽ നിഫ്റ്റിക്ക് വളരെയധികം മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഫ്യൂവല് ആകുമെന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. ഇനി നേരെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. ഇന്ന് ആക്ച്വലി നമ്മൾ കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് ഓഫ്ലൈൻ ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, ക്രിപ്റ്റോ എല്ലാം തന്നെ പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ കോൺടാക്ട് ചെയ്യാം. വിദേശത്തുള്ള ആളുകൾക്കും വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം അനുയോജ്യമാണ്. കാരണം 6 മാസത്തെ നീണ്ട സപ്പോർട്ട് ടൈം ഉണ്ട്. എന്ത് സംശയവും നമ്മൾ വിളിച്ച് ചോദിക്കാം. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകുമ്പോൾ യെസ് ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഈ യെസ് ബാങ്കിലെ SMBS എന്ന് പറഞ്ഞ സുമാറ്റോ മിറ്റ്സി ബാങ്ക് കോർപ്പറേഷൻ, ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബാങ്കാണ്. അപ്പോൾ ഈ ഒരു കമ്പനി യെസ് ബാങ്കിൽ ഒരു 24.99% സ്റ്റേക്ക് അക്യൂർ ചെയ്യാനായിട്ടൊരു താല്പര്യം അറിയിച്ചു. അപ്പോൾ ഇത് RBI അപ്രൂവ് കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ബ്രിഗേഡ് കമ്പനി, റിയാലിറ്റി കമ്പനിയാണ്. ബ്രിഗേഡ് കമ്പനി പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. 950 കോടി രൂപ പുറത്തു വരുന്ന പ്രൊജക്റ്റാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ന്യൂവാൻ ഷിപ്പ്യാർഡിൽ അവർ 6% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ടിറ്റാഗ്രാഹ് റെയിൽ കമ്പനി ബനാറസ് ലൊക്കോമോട്ടീവ് വർക്ക്സിൽ നിന്ന് 91 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇൻഡിഗോ കമ്പനി നിഫ്റ്റി 50-ൽ ഇൻക്ലൂഷൻ ഏകദേശം $557 മില്യൺ ഫണ്ട് ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അദാനി പോർട്ട് കമ്പനി അവർക്ക് കൊച്ചിയിലുള്ള അവരുടെ ലോജിസ്റ്റിക് പാർക്കിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയെന്ന് കമ്പനി അറിയിച്ചു. സെഞ്ചുറി ഇൻക കമ്പനി പുതിയ പ്ലാന്റിൽ ഉണ്ട് ഗുജറാത്തിൽ. അവിടെ അവരുടെ PBC പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അപ്രൂവൽ കിട്ടി എന്നുള്ള ന്യൂസ്. മുത്തൂറ്റ് ഫിൻകോർപ്പ് ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഓട്ടോ കമ്പനി ചേതക്കിൻ്റെ എല്ലാം തന്നെ സപ്ലൈ അവർ വീണ്ടും റെസ്യൂം ചെയ്തു. ഈ ഗ്ലോബൽ മാഗ്നറ്റിക് സപ്ലൈ റെസ്ട്രിക്ഷൻ കാരണം ഈ ഒരു അവരുടെ സപ്ലൈ കുറച്ച് ഡിലേ ആയിരുന്നു. സോഡിയാക് എനർജി കമ്പനി 50% സ്റ്റേക്കാണ് ദോർഗേഷ് സോളാറിൽ അക്യൂർ ചെയ്തിട്ടുള്ളത്. സിയറ്റ് കമ്പനി ശ്രീലങ്കയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ താരിഫും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും റെലവൻ്റ് തന്നെയാണ്. നമ്മളുടെ താരിഫ് അത് ഓക്കെ ആവാനുണ്ട്. പക്ഷേ ഒരുപാട് നാളുകളായിട്ട് US കാത്തിരുന്ന, അല്ലെങ്കിൽ US ട്രംപും ജെറോം പൗലും തമ്മിലുണ്ടായിരുന്ന ഒരു ഫ്രിക്ഷൻ ഈ ഒരു ജങ്ഷൻ ഹോൾ സിംബോണിയത്തിൻ്റെ ലൂടെ ഈ ജെറോം പൗൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള ഹിൻഡ് കൊടുത്തതിലൂടെ ട്രംപും ജെറോം പൗലും തമ്മിലുള്ള ഫ്രിക്ഷൻ അത് ഏറെക്കുറെ കുറയ്ക്കാനായിട്ട് സഹായകമാകും. അത് US മാർക്കറ്റിന് ഒരു പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളും. ഓൾറെഡി തന്നെ 100 പോയിൻറ്റിൻ്റെ റാലിയും നമ്മൾ കണ്ടു. 11 പോയിൻറ്റിൻ്റെ US വിക്സ് ക്രാഷ് ആയതും നമ്മൾ കണ്ടു. അപ്പോൾ ഇനി എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ. നാളെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.